ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്മിത് ലൈഫ് ഓഫ് സാലിം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 25-30 വയസ്സിന് ഇടയിലുള്ളവർ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ചാലഞ്ചസുകൾ ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുള്ളത്. സോ അതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ കരിയർ ഡെവലപ്മെൻ്റ് ആണ്. ഈ കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പല വ്യക്തികളും അവരുടെ കരിയർ പുനഃസ്ഥാപിക്കാനായി ഒരുപാട് ജോലികൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം ഓടുന്നവരാണ്. തൊഴിലില്ലായ്മ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. സ്ഥിരമായിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം, കിട്ടിയ ജോലിയിൽ മുന്നേറാനുള്ള സമ്മർദ്ദം, ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ് ഒരു 25-30 വയസ്സിനിടയിൽ ഒരാൾ ആദ്യമായി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമതായിട്ട് വരുന്നൊരു ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ പഠിക്കാൻ വേണ്ടി എടുത്ത ലോണിന്റെ തിരിച്ചടവ്, ക്രെഡിറ്റ് കാർഡ് ബില്ല്, ഫ്യൂച്ചറിലേക്കുള്ള സേവിങ്സ്, വീട്ടുകാർക്ക് ചിലവിന് കൊടുക്കല്, എല്ലാം ഈ ഒരൊറ്റ സാലറിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിലൂടെ വരുന്നൊരു സ്ട്രെസ്. ഇനി മൂന്നാമതായി വരുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ജോലിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ജോലി സമയം കൂടുകയും മൈൻഡ് ഡിപ്രസ് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇനി നാലാമതായി വരുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പാണ്. ഈ ഒരു പ്രായക്കാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഒരു റൊമാൻറ്റിക് ആയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി സമയം ചിലവഴിക്കാൻ പറ്റാതെ വരികയും പിന്നീട് ആ ഒരു ബന്ധം ബ്രേക്കപ്സിലേക്കും ഡിവോഴ്സിലേക്കും നീങ്ങുന്നത് ഏറ്റവും വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ഇനി അഞ്ചാമതായി വരുന്നത് മെന്റൽ ഹെൽത്ത് ആണ്. ഈ ഒരു പ്രൊഫഷൻ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് ഒക്കെ. ഇത് കാരണം ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നാണ് പഠനം തെളിയിക്കുന്നത്. സോ ആറാമതായി വരുന്ന ഒരു ചാലഞ്ചസ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആണ്. ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതം കാരണം വർക്കൗട്ട് ചെയ്യാനോ ഫിറ്റ്നസ് ചെക്ക് ചെയ്യാനോ സാധിക്കാത്ത ഏറ്റവും വലിയൊരു ചാലഞ്ച് തന്നെയാണ്. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി കാണാത്തത് കൊണ്ട് മാനസിക പ്രശ്നവും ആരോഗ്യ പ്രശ്നവും ഈ പ്രായക്കാരിൽ ഒരുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏഴാമതായി വരുന്നത് സോഷ്യൽ എക്സ്പെക്ടേഷൻ ആണ്. സാമൂഹികപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി സ്വന്തമായ ഒരു വീട്, കുടുംബം, കുട്ടികൾ എന്നിവയോടുള്ള ആഗ്രഹത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാവും ഈ ഒരു സമയത്ത്. ഇനി എട്ടാമതായി വരുന്നത് ഐഡന്റിറ്റി ആൻഡ് പർപ്പസ് ആണ്. ഈ ഐഡന്റിറ്റി പർപ്പസ് എന്ന് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പല ആളുകളും ഇപ്പോഴും തൻ്റെ വ്യക്തിത്വവും ജീവിത ലക്ഷ്യവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണുള്ളത്. അസ്തിത്വപരമായ ചോദ്യങ്ങളിലേക്കും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിലേക്കും നയിച്ചേക്കാമെന്ന് പഠനം തെളിയിക്കുന്നുണ്ട്. ഇനി ഒമ്പതാമതായി വരുന്ന ഒരു ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നവർ ഈ പ്രായത്തിലും പഠിച്ചുകൊണ്ടിരിക്കും. ആ സമയത്തുള്ള ചിലവുകൾ, മറ്റു കാര്യങ്ങൾ എന്നിവ ഈ ഒരു ചാലഞ്ചിങ് തന്നെയാണ്. ഇനി 10ാമതായി വരുന്ന ചാലഞ്ച് എന്ന് പറയുമ്പോൾ ലിവിങ് അറേഞ്ച്മെന്റ്സ് ആണ്. ഈ ലിവിങ് അറേഞ്ച്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന ജീവിതം ഒറ്റയ്ക്കാണോ, അതല്ലെങ്കിൽ റൂംമേറ്റ്സിന്റെ കൂടെയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെയാണോ, ആരുടെ കൂടെയാണെങ്കിലും ഇല്ലേ, നിങ്ങൾക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു വരുമാനം അത്യാവശ്യമാണ്. സോ ഈ ഒരു ചാലഞ്ചസ് ആണ് 25-30 വയസ്സിൽ ഒരു വ്യക്തി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇനി ജോബ് ചെയ്യുന്ന ആളായാലും ബിസിനസ് ചെയ്യുന്ന ആളായാലും ഒരു സെറ്റിൽഡ് ലൈഫ് നേടിയ ഒരാൾ ഈ ഒരു പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാലഞ്ചിലൂടെ എന്തായാലും കടന്നു പോയിട്ടുണ്ടാവും. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ദി ലൈഫ് ഓഫ് സാലിം. ബൈ.